സർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ മുഖ്യമന്ത്രി തർക്കം പെരുകുന്നതിനിടയിൽ മുതിർന്ന നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞു. അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കണം എന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതുവരെയും AICCയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം വന്നിട്ടില്ല, ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അതിനു മുമ്പായിക്കൊണ്ട് ജനം തെരുവിലിറങ്ങുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രക്ഷോഭം ഉയർത്തുന്നതെല്ലാം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫ്ലക്സുകൾ വയ്ക്കുന്നതോ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷെ അനുചിതമായ ചില സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിലേറ്റവും നിർണായകമായി ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ജോലി ചെയ്തവർക്ക്, അതായത് അധ്വാനിച്ചവർക്ക് കൃത്യമായ കൂലി കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് അത് ഭൂഷണമല്ല, ഈ പാർട്ടിക്ക് അത് ഏറെ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. അതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, പ്രതിപക്ഷ നേതാവായ VD സതീശൻ 102 സീറ്റോടുകൂടി UDF അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ആൾ തന്നെയാണ് എന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് മുഖ്യമന്ത്രി തർക്കം വന്നപ്പോൾ അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞത്, അധ്വാനിച്ചവർക്ക് കൃത്യമായ കൂലി കൊടുക്കണം. കേന്ദ്ര നിരീക്ഷകർക്ക് മുൻപിൽ തൻ്റെ അഭിപ്രായം താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി താൻ അഭിപ്രായപ്പെട്ട ആളല്ല മുഖ്യമന്ത്രി എങ്കിൽ പോലും അത് ആർക്കാണ് താൻ വോട്ട് ചെയ്തത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം തനിക്കുണ്ട്. എന്നാൽ അതിപ്പോൾ പറയുന്നില്ല, കാരണം നിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടി നിൽക്കുന്നു. പിന്നീട് ഞാനത് തുറന്നു പറയും. ഞാൻ നിർദ്ദേശിച്ച ആളായാലും അല്ലെങ്കിലും മുഖ്യമന്ത്രി ആരായാലും ഞാനത് പറയും. പക്ഷെ എടുത്ത് പറയേണ്ട കാര്യം, മുരളീധരൻ പറഞ്ഞതിൽ കൃത്യമായൊരു സന്ദേശം അടങ്ങിയിരിക്കുന്നു. അധ്വാനിച്ചവർക്ക് കൂലി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്തും നിലകൊള്ളുന്നില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ ഒരു പക്ഷത്ത് മുരളീധരൻ നിലകൊണ്ടിരിക്കുന്നു. കേരളം അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി ലീഡർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന K കരുണാകരൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത K മുരളീധരനിൽ കാണാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് മുരളീധരൻ സത്യസന്ധമായ വിശകലനമാണ് നടത്തിയിട്ടുള്ളത്. മുതിർന്ന രാഷ്ട്രീയ നേതാവായ കോൺഗ്രസ് നേതാവായ മുരളീധരന് ഇത് പറയാനുള്ള അവകാശമുണ്ട്. സത്യത്തിൽ മുഖ്യമന്ത്രി ആവാൻ പോലും സാധ്യതയുള്ള ഒരു നേതാവാണ് മുരളീധരൻ. അടുത്ത കാലത്ത് അദ്ദേഹം വളരെ പക്വതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. പറയുന്നത് കുറിക്ക് കൊള്ളുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പൊ മുരളീധരൻ പറഞ്ഞിട്ടുള്ളതിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തെ UDF നയിച്ചിട്ടുള്ളത് VD സതീശനാണ്. തകർന്നു കിടന്ന പ്രസ്ഥാനത്തെ, UDF എന്ന പ്രസ്ഥാനത്തെ കൈപിടിച്ചു കയറ്റി എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ ഭരണത്തിൽ വരെ എത്തിച്ച ശേഷം അതുവരെ പ്രവർത്തിച്ച VD സതീശനെ വെട്ടിമാറ്റി KC വേണുഗോപാൽ രംഗത്ത് വന്നാൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചതിയാണ്, വഞ്ചനയാണ്. അത് സാധാരണ പ്രവർത്തകരോട്, അതായത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച സാധാരണ പ്രവർത്തകരോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നതിന്റെ സാരാംശം. മാത്രമല്ല KC വേണുഗോപാലിനെ കെട്ടി എവിടേക്ക് എഴുന്നേൽപ്പിക്കുന്നതിന്റെ തിരിച്ചടികൾ പലതും ഉണ്ടാകുമെന്നുള്ളത് കൂടി അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അതായത് പുറത്ത് ജനങ്ങൾ പ്രതികരിച്ചാൽ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫ്ലക്സ് വെക്കും, പ്രതിഷേധം വെക്കും, ഇത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് അർത്ഥം, ഇപ്പോൾ ചെയ്ത രീതികളൊന്നും ശരിയല്ല, കൃത്യമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കുന്ന രൂപത്തിൽ, നിയമപരമായിട്ടും അതേപോലെ എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിപ്പിക്കുന്ന രൂപത്തിലും ശരിയായ വിധത്തിൽ വേണം തീരുമാനമെടുക്കാൻ. ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ തിരിച്ചടികൾ ഉറപ്പാണ്. 5 വർഷക്കാലം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനം, UDF എന്ന പ്രസ്ഥാനം അധികാരത്തിലെത്തിക്കുമ്പോൾ അത് വേറെ ആൾക്കാർ തട്ടിയെടുക്കുമ്പോൾ തീർച്ചയായും ജനമിളകും. ജനമിളകിയാൽ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കാൻ പോകുന്ന ആൾക്കാർ മാത്രമല്ല, ഈ പ്രസ്ഥാനം തന്നെ നശിച്ചുപോകും. കോൺഗ്രസ് ഇനി കേരളത്തിൽ മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത്. ബാക്കി 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു സ്ഥലത്തും കിട്ടിയില്ല. ആ 4 സ്ഥലത്തും ഇതിന്റെ നേതൃത്വം കൊടുത്തത് KC വേണുഗോപാലാണ്. എന്തുകൊണ്ട് അവിടെ അധികാരത്തിൽ എത്തിക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞില്ല? അധികാരത്തിൽ എത്തിയ സ്ഥലത്ത് കൈയിട്ട് വാരാനാണ് ശ്രമം എങ്കിൽ അത് തിരിച്ചടികൾ നേരിടേണ്ടി വരും. അവസാനം കേരളത്തിൽ ആർക്കും ഒന്നും കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ പോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ്
പരിണതപ്രജ്ഞനായ സത്യസന്ധനായ കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയേണ്ടത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇത്രത്തോളം പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്നുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരവായിട്ട് അദ്ദേഹം പറഞ്ഞത്, കെ കരുണാകരനെ പോലെ പരിണിതപ്രജ്ഞനായ എ കെ ആന്റണിയെ പോലെ പാഠവുമുള്ള നേതാക്കന്മാരിപ്പോൾ കോൺഗ്രസിനകത്തില്ല. എ കെ ആന്റണി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, പക്ഷേ അദ്ദേഹം പഴയ പോലെ സജീവമായി ഇടപെടുന്നില്ല. പ്രവർത്തക സമിതി അംഗമൊക്കെ കൂടിയാണ് അദ്ദേഹം. എന്നാൽ അവരുടെ പോലെ കൃത്യമായി പാർട്ടിയെ പഠിക്കുകയും ഇടപെടുകയും അവരുടെ ആ രാഷ്ട്രീയ തന്ത്രജ്ഞത, രാഷ്ട്രതന്ത്രജ്ഞതയുള്ള നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിനകത്ത് ഇല്ലാത്തതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്രത്തോളം അപക്വമായ രീതിയിലുള്ള ചില നടപടിക്രമങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാർ ഇതിനെ വിശദീകരിക്കുന്നത്? അന്ന് കെ കരുണാകരനും അന്ന് എ കെ ആന്റണിയും ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് തലമുറ മാറ്റം വന്ന് കെ സുധാകരനെ പോലെയുള്ള, മുരളീധരനെ പോലെയുള്ള, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള, അതേപോലെ രമേശ് ചെന്നിത്തലയെ പോലെ ആളുകളുണ്ടല്ലോ. തലമുറ മാറി വന്നപ്പോൾ അതിന് പക്വതയും കഴിവുള്ള ആൾക്കാരുണ്ട്. അതിന് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം കിട്ടിയിരുന്നു, അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റിയില്ല. ഇത്തവണ വിജയിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറയുന്നത്. അത് കഴിവ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കെ കരുണാകരനേക്കാളും കഴിവും പ്രാപ്തിയുമുള്ള, ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നേതാവായിട്ടാണ് വി ഡി സതീശൻ വളർന്നിരിക്കുന്നത്. അതിന് തെളിവാണ് നമുക്കറിയാം പൊതുയുഗ യാത്രയിൽ ഉണ്ടായിട്ടുള്ള ജനമുന്നേറ്റം. പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരക്കിയിട്ടാണ് അദ്ദേഹം പൊതുയുഗ യാത്ര നടത്തിയതും കേരളത്തിൽ UDF-നെ വിജയിപ്പിച്ചെടുത്തതും. അതെല്ലാം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഒരു കാലത്ത് അവരുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ ആൾക്കാരുണ്ട്. അതിന്റെ തെളിവാണ് ഈ വിജയം. 102 സീറ്റിൽ ഇന്ന് വരെ കെ കരുണാകരന് പോലും കഴിയാത്ത കാര്യം, അതേപോലെ എ കെ ആന്റണിക്ക് കഴിയാത്ത കാര്യം ഇപ്പോൾ 102 സീറ്റിൽ വിജയിപ്പിച്ച് കോൺഗ്രസിന് ഇവിടെ എത്തിച്ചില്ലേ. 62 സീറ്റ് കിട്ടാനോ 63 സീറ്റ് കിട്ടാവുന്ന ചെറിയ കാര്യമാണോ? മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഭിന്നിപ്പുണ്ടാക്കിയില്ലേ. ആ ഭിന്നിപ്പിൽ അവിടെ നിന്ന് ആളുകളെ ജയിപ്പിച്ചെടുക്കാൻ പറ്റിയില്ലേ. അവരുടെ ഏറ്റവും വലിയ അടിത്തറയുള്ള മണ്ഡലങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ. മാത്രമല്ല പിണറായി വിജയന്റെ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു എന്നല്ലാതെ എന്താണ് അവിടെ അവർക്കുണ്ടായിട്ടുള്ളത്? അവരുടെ തകർച്ച സമ്പൂർണ്ണമാവാൻ പോകുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടത് വളം വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ KC വേണുഗോപാൽ. ഇവിടെ കലാപം ഉണ്ടാക്കുന്നതിന്റെ യഥാർത്ഥ ആള് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ആരുടെയും പേരെടുത്ത് മുരളീധരൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി മുരളീധരൻ്റെ താല്പര്യം മുഖ്യമന്ത്രി തർക്കത്തിൽ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ആ പറഞ്ഞ രീതിയിൽ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. അധ്വാനിച്ചവർക്ക് പ്രതിഫലം നൽകണം. അവർ വിസ്മരിച്ചുകൊണ്ട് എന്ത് തീരുമാനമെടുത്താലും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും, കേരളത്തിൽ കോൺഗ്രസിന് അപജയം ഉണ്ടാക്കും എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ ഇന്ന് കാണുന്ന തർക്കവിതർക്കങ്ങളെല്ലാം ഒഴിവാക്കി AICCയുടെ ഭാഗത്തു നിന്നും വി ഡി സതീശനെ കൃത്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് വി ഡി സതീശൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അദ്ദേഹത്തിന് നൽകണം എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളും കരുതുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഒരു കാര്യം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പെട്ട സ്ഥലത്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ വലിയ തോതിൽ ജനം കൂടി വി ഡി സതീശന് വേണ്ടി റാലി നടത്തുന്നത് എന്നുകൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സ്ഥലത്തും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയിൽ ഇപ്പോൾ മലപ്പുറത്ത് ഓൾറെഡി നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ തൃശ്ശൂർ നടക്കുന്നു. അതായത് കേരളം മുഴുവൻ വി ഡി സതീശൻ എന്ന നേതാവിനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ഒരു അനുകൂല നിലപാടുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് വെറും പ്രകടനം മാത്രമല്ല, പ്രേക്ഷകരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആവശ്യമാണ്, പ്രത്യാശയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജനം ആരും പറഞ്ഞിട്ടല്ല ഇറങ്ങുന്നത്. അനീതി കണ്ടപ്പോൾ, കോൺഗ്രസിലെ അനീതി കണ്ടപ്പോൾ പരസ്യമായി രംഗത്തിറങ്ങുകയാണ്. എന്തായാലും അത്തരം തീരുമാനങ്ങൾ AICCയുടെ ഭാഗത്തുനിന്ന് നീതിയുക്തമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.